സ്റ്റോറി മലയാളം. എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി മലയാളത്തിലേക്ക് സ്വാഗതം. കുറുക്കനും മുന്തിരിയും. പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. ദിവസവും രാവിലെ അവൻ ആഹാരം തേടി തന്റെ മാളത്തിൽ നിന്നും ഇറങ്ങും. ആ കാട് മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് മാളത്തിലേക്ക് മടങ്ങുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ കുറുക്കൻ തന്റെ മാളത്തിൽ നിന്നും ആഹാരവും തേടി പുറത്തിറങ്ങി. അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. കുറുക്കൻ ഒരുപാട് അലഞ്ഞിട്ടും അവന് ആഹാരമൊന്നും കിട്ടിയില്ല. അവൻ വിശപ്പും ദാഹവും കാരണം അവശനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറുക്കൻ ഒരു മരത്തിൽ നിറയെ മുന്തിരിവള്ളികൾ പടർന്നു കിടക്കുന്നത് കണ്ടത്. ആ മുന്തിരിവള്ളികൾ നിറയെ നല്ല പഴുത്ത മുന്തിരികൾ കുലകുലയായി കിടക്കുന്നു. ഇത് കണ്ട കുറുക്കന് കൊതി സഹിക്കാനായില്ല. രാവിലെ മുതൽ ചുറ്റിത്തിരിയുന്നു, ഇതുവരെ കഴിക്കാനൊന്നും കിട്ടിയില്ല. ഈ മുന്തിരികൾ അടർത്തിയെടുത്ത് കഴിച്ചാൽ വിശപ്പും മാറും, ദാഹവും മാറും എന്നും പറഞ്ഞ് കുറുക്കൻ മുന്തിരിവള്ളിയുടെ അരികിലേക്ക് പോയി. അവൻ മുന്തിരികൾ അടർത്തിയെടുക്കുന്നതിനായി എത്തി നോക്കി. എന്നാൽ അവൻ അത് അടർത്തിയെടുക്കാൻ പറ്റുന്നതിലും ഉയരത്തിലായിരുന്നു. വിശപ്പും കൊതിയും കാരണം കുറുക്കൻ പിന്മാറാൻ തയ്യാറായില്ല. അവൻ മുന്തിരി അടർത്തിയെടുക്കുന്നതിനായി ഒന്ന് ചാടി നോക്കി. അപ്പോഴും അവന് ആ മുന്തിരികൾ കൈക്കലാക്കാൻ കഴിഞ്ഞില്ല. കുറുക്കൻ പറഞ്ഞു, എങ്ങനെയും ഈ മുന്തിരികൾ അടർത്തിയെടുക്കണം. നല്ല മുന്തിരികൾ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നു. അവൻ ഓടിക്കൊണ്ടുവന്ന് ഒന്നും കൂടി ചാടി നോക്കി. അപ്പോഴും അവൻ അത് കിട്ടിയില്ല. അവൻ പല തവണ അത് ആവർത്തിച്ചു. എന്നിട്ടും ആ മുന്തിരികൾ അവന് അടർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി. വിശപ്പും ദാഹവും കാരണം വലഞ്ഞ കുറുക്കൻ തീർത്തും നിരാശനായി. അവൻ ആ മുന്തിരിവള്ളിയുടെ ചുവട്ടിലിരുന്ന് ആലോചിച്ചു. മുന്തിരികൾ അടർത്തിയെടുക്കാൻ ഒരു വഴിയും ഇല്ലാതായപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, മുന്തിരി പുളിപ്പാണ്. ഈ പുളിപ്പുള്ള മുന്തിരിക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇതും പറഞ്ഞ് ആ കുറുക്കൻ തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്നും ഓടിപ്പോയി. കുറുക്കനും മുന്തിരിയും എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ നല്ലതല്ല എന്ന് ചിന്തിക്കരുത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ കഥകൾ വായിക്കുന്നതിനായി storyMalayalam.com സന്ദർശിക്കൂ.